എല്ലാവർക്കും ബ്ലാക്ക് ബ്യൂട്ടിയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കാനായിട്ട് മുന്നേ ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേര് സുവിന. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ ഇതുപോലെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ് ആവാണ്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് ഓയിലാണ്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനൊരു 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ മിക്സിയിലിട്ട് അടിക്കുകയാണ് ചെയ്തത്, വെള്ളം ചേർക്കാതെ. ഇതിനകത്തേക്ക് എന്നിട്ട് ഞാൻ ഒഴിച്ചിട്ടുള്ളത് ഇത്തിരി കട്ടിയായിട്ടുള്ള വെളിച്ചെണ്ണയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓയിൽ പോലെ തേക്കുന്നത് ഇഷ്ടമല്ലാത്ത കാരണം കൊണ്ട് ഞാൻ ഇത്തിരി കട്ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് കട്ടിയുള്ള കോക്കനട്ടിൻ്റെ ക്രീം പോലെ ഇരിക്കുന്നതാണ് ഒഴിച്ചേക്കുന്നത്. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഏറ്റവും നല്ലത് ഒലീവ് ഓയിലാണ്. അപ്പം ഞാൻ ആകെ ഒരു 3 ക്യാരറ്റിന് എടുത്തേക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ കണക്കിനുള്ള അത്രയും ഈ കോക്കനട്ട് ക്രീമാണ് എടുത്തേക്കുന്നത്. അത് കാരണം കൊണ്ട് ഇതിലോട്ട് ഒഴിക്കുമ്പോഴത്തേനും ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ തോന്നില്ല ഇതിലുണ്ട് എന്നുള്ളത്. ജസ്റ്റ് കട്ടിയായിട്ട് കിടക്കുന്നത് കണ്ടില്ല. അതിന് നന്നായി വെന്ത് വരുമ്പോഴത്തേനും അത് ചൂടാകുമ്പോൾ മെൽറ്റ് ആവുമല്ലോ. വെളിച്ചത്തിൻ്റെ ഒരു പ്രശ്നമുള്ള കാരണം ഞാൻ ഫ്ലാഷ് ഓൺ ചെയ്തേക്കണം, അതാണ് ആ കളർ അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് വേവിക്കാൻ വയ്ക്കുക. നമ്മൾ ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ഞാൻ ഒരു 25 മിനിറ്റെങ്കിലും ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കളറൊന്നും നന്നായി ചേഞ്ചായി വരുന്നത് വരെ വയ്ക്കുക. അതായത് അതിൻ്റെ ആ ക്യാരറ്റിലുള്ള സത്ത് മുഴുവൻ നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് ഊറി വരുന്നത് വരെ നമ്മൾ ജസ്റ്റ് ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ കളറൊന്ന് നന്നായി ചേഞ്ച് ആയിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് ചൂടാറാൻ വയ്ക്കാം. ചൂടാറിയിട്ട് നമുക്കതൊരു ബോട്ടിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ചൂടാറട്ടെ കേട്ടോ. നല്ലൊരു വൃത്തിയുള്ള തുണി വെച്ചിട്ട് നമുക്ക് ഈ ഓയിലൊക്കെ ഒന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ക്യാരറ്റിനെ കുറിച്ച് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ സി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സ്കിന്നിന് ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഇത് ക്യാരറ്റ് നമുക്ക് അകത്തേക്ക് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ തന്നെ ഒത്തിരി നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇതിനകത്തുള്ള ആൻറ്റി ഓക്സിഡൻസ് ആണ് മെയിനായിട്ട് നമ്മുടെ സ്കിന്നിനെ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻ സിയിൽ അടങ്ങിയിരിക്കുന്ന കൊളാജിൻ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ളൊരു പ്രോട്ടീനാണ്. അത് നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റീനെ കൺട്രോൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഇലാസ്റ്റിസിറ്റി കുറയുമ്പോഴാണ് നമ്മുടെ സ്കിന്ന് തൂങ്ങാനും റിങ്കിൾസ് വരാനും അതുപോലെ തന്നെ ഏജിങ്ങൊക്കെ തോന്നിക്കാനുള്ള കാരണമാവുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ റിങ്കിൾസിനെയൊക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനുള്ളൊരു ഇത് നമ്മുടെ ഈ വൈറ്റമിൻ സിക്കുണ്ട്. അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും പറ്റും. നമ്മുടെ സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാനായിട്ട് സഹായിക്കും. കാരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുള്ള പിഗ്മെൻറ്റേഷൻ സ്കാർസൊക്കെ കുറയ്ക്കാൻ നന്നായി സഹായിക്കും. അത് പോകുമ്പോഴാണ് നമ്മുടെ സ്കിന്നൊന്ന് ലൈറ്റൻ ആവുന്നത്. ഓക്കെ, അപ്പോൾ അതിനൊക്കെ നന്നായി ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ സൺബേണിൽ നിന്നൊക്കെ നന്നായി പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ ഇത് ഞാൻ ഒരു കുപ്പിയിലേക്ക് പകർത്താണ്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുപ്പിയിലേക്ക് പകർത്തുന്നത്. ഈ കുപ്പി ഇതിൻ്റെ പുറത്തുള്ള ഇതൊരു നെയിൽ റിമൂവറിൻ്റെ കുപ്പിയാണ്. ഇതിൻ്റെ പുറത്തുള്ള സ്റ്റിക്കറൊക്കെ ഞാൻ വിനാഗിരി ഉപയോഗിച്ച് കളഞ്ഞേക്കുകയാണ്. അപ്പോൾ നമുക്കിത് പകർത്താം. ഓൾസോ ഇത് നമ്മുടെ മുടി വളരാനും കൂടെ നന്നായി ഹെൽപ്പ് ചെയ്യുമെന്ന് അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഹെയറിലും വേണമെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇതിപ്പോൾ ഞാൻ ക്രീം കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. അതായത് ഇത്തിരി കട്ടിയുള്ള പോലെയാണല്ലോ ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. എനിക്ക് ഓയിലായിട്ട് യൂസ് ചെയ്യാൻ ഇഷ്ടമില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുപ്പിക്കകത്താക്കി വെച്ചേക്കുന്നത്. കണ്ടില്ലേ, നല്ലൊരു ലൈറ്റ് ഓറഞ്ച് കളറായിട്ടാണ് ഇരിക്കുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യം പറയണ പോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇത്ര നാൾ സപ്പോർട്ട് ചെയ്ത പോലെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.